ജീവിതയാത്രയിൽ ഒത്തിരി പ്രതിസന്ധികൾ തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, തന്റെ പ്രാണന് വിരോധമായി ഹാനി സംഭവിക്കുമ്പോഴും തന്റെ പ്രാണന് ഒന്നും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിലേവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം ഒരു വ്യക്തിയിൽ ദൈവിക വാഗ്ദത്തങ്ങളെ കൈമാറിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ആ വ്യക്തി പരാജയപ്പെട്ടു പോകത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവിക വാഗ്ദത്ത നിവർത്തീകരണം വരെ ആ വ്യക്തിയെ സൂക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കരുതലാണ്. ദൈവത്തിന്റെ വചനം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതും പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ അപ്പോസ്തലന്മാരിലൂടെ ദൈവത്തിന്റെ അസാധാരണ വീര്യപ്രവൃത്തികളെ കുറിച്ച് വൈദ്യനായ ലൂക്കോസ് എഴുതുമ്പോൾ ഏറ്റവും അവസാനത്തെ 28-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തിക്കകത്ത് 28-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ ദൈവിക വാഗ്ദത്ത പ്രകാരം ദൈവം പറഞ്ഞു പൗലോസിനോട് ദൈവം റോമിൽ നിർത്തുമെന്ന്. എന്നാൽ ആ റോമിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഈസി അല്ലായിരുന്നു. ഭയങ്കരമായ പ്രതിസന്ധിയിലൂടെ കപ്പൽ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ഈശാന മൂലം കാറ്റടിക്കുന്നു, വല്ലാത്ത പ്രതിസന്ധി, സൂര്യനെയോ ചന്ദ്രനെയോ കാണാത്ത ദിവസങ്ങൾ, ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒത്തിരി സ്ട്രഗിളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി മാൾട്ട എന്ന് പറയുന്ന ദ്വീപിലേക്ക് എത്തപ്പെടുന്നത്. ഈ മാൾട്ട എന്ന ദ്വീപിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ ബെർബരന്മാർ അസാധാരണമായ ദയ കാണിക്കുന്നു. ഇതിന്റെ നടുവിൽ ആയിരിക്കുമ്പോൾ തന്നെ ഒരണലി പൗലോസിന്റെ കൈക്ക് പറ്റുകയും ഉടനെ തന്നെ പൗലോസ് അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഒരു കാഴ്ച കാണുമ്പോൾ അവിടെയുള്ള ജനം നോക്കി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇവരൊരു കൊലപാതകനാണ്, സംശയമില്ല, ഇവന് ജീവിച്ചിരിക്കാൻ സമ്മതിക്കത്തില്ല, ജീവിക്കാൻ സാധ്യമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ നടുവിൽ അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പൗലോസ് എന്ന് പറയുന്ന അഭിഷക്തന്റെ മരണം കാണുവാൻ. എന്നാൽ അതിന്റെ നടുവിൽ അവർ വളരെ നേരം കാത്തു നിന്നിട്ടും പൗലോസിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവർ ഒരുമിച്ച് മനസ്സ് മാറി പറഞ്ഞു: ഇവനൊരു ദേവനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വചന സന്ദേശത്തിലൂടെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ, ദൈവം വാഗ്ദത്തങ്ങളെ കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്ത നിവൃത്തീകരണം വരെ ദൈവം നമ്മളെ സുരക്ഷിതമായി സൂക്ഷിക്കും. കാരണം അതുകൊണ്ടാണ് ഈ പൗലോസിന്റെ ജീവിതത്തിനകത്ത് റോമിൽ നിർത്താമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതയാത്രയിൽ ഒത്തിരി പ്രതിസന്ധികൾ തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, തന്റെ പ്രാണന് വിരോധമായി ഹാനി സംഭവിക്കുമ്പോഴും തന്റെ പ്രാണന് ഒന്നും സംഭവിക്കാതെ ഏറ്റവും സേഫ് സോണിൽ തന്റെ അഭിഷക്തനെ കർത്താവ് കരുതിയതും നിർത്തിയതും പോലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു: നിങ്ങൾ ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേൽ സ്വർഗം കൈമാറിയിട്ടുണ്ടെങ്കിൽ ഒരു മരണത്തിനോ ഒരു അധികാരത്തിനോ നിങ്ങളെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. മറിച്ച് ആ വാഗ്ദത്തങ്ങളുടെ നടുവിൽ ചിലരുടെ മുൻപിൽ ദൈവം നിങ്ങളെ ആരാന്ന് തെളിയിക്കുവാനും ദൈവിക വാഗ്ദത്തങ്ങളെ നിവർത്തീകരണങ്ങൾ വെളിപ്പെടുത്തുവാനും ദൈവശക്തനാണ്. ഈ വചന സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി വിശ്വസിക്കുന്നു. God bless you all. Have a blessed day. Amen.